അമ്മമാരെ ചേർത്ത് പിടിക്കണമെന്ന സന്ദേശം ഓർമ്മിപ്പിക്കുകയാണ് തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിലുള്ള അമ്മ കെയർ ഹോം. ഇവിടെ 25 അമ്മമാരാണ് ഇപ്പോൾ ഉള്ളത്. ഷീജയും ഭർത്താവ് രഞ്ജിത്ത് രാജനും ചേർന്ന് 2020 ഈ സ്ഥാപനം തുടങ്ങിയത്. രശ്മി കാർത്തിക ചേരുന്നുണ്ട് വിവരങ്ങളുമായി. രശ്മി പറയും. ഇന്ന് നമുക്ക് ഏറെ സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് മാതൃദിനമാണ്, ലോക മാതൃദിനമാണ്, അമ്മമാർക്ക് വേണ്ടിയുള്ള ദിവസം. ആ ദിവസത്തിൽ ഞാൻ ഇന്നുള്ളത് തിരുവനന്തപുരത്ത് പടിഞ്ഞാറേക്കോട്ടയിലുള്ള അമ്മ കെയർ ഹോമിലാണ്. ഇത് വർഷങ്ങളായി നടത്തിക്കൊണ്ടുവരുന്നത് ഷീജയാണ്. ഷീജ നമ്മളോടൊപ്പം ഇപ്പോൾ ചേരുന്നുണ്ട്. ഇന്ന് ലോക മാതൃദിനമാണ്. ഒരുപാട് അമ്മമാരെ സംരക്ഷിക്കുകയാണ്. എന്താണ് ഈ ഒരു ദിവസത്തിൽ പറയാനുള്ളത്? മാതൃദിനത്തിൻ്റെ ആദ്യത്തെ ആശംസയാണ് എല്ലാ അമ്മമാർക്ക് വേണ്ടിയിട്ട്. ഇന്നത്തെ ആശംസയാണ് ആദ്യം അറിയിക്കുന്നത്. പിന്നെ അമ്മമാരെക്കുറിച്ച് അമ്മമാരെക്കുറിച്ച് എല്ലാവർക്കും അറിയാമല്ലോ കാര്യങ്ങളൊക്കെയാണ്. അമ്മയാണ് എല്ലാം. അപ്പം ഈ ദിവസത്തിൽ നമ്മുടെ ഈ ജനം TV നമ്മളോടൊപ്പം ഇവിടെ അമ്മമാരുടെ ഒപ്പം ചിലവഴിക്കാൻ ഈ നിമിഷം വന്നതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ. പിന്നെ എന്നാണ് ഈ സ്ഥാപനം തുടങ്ങിയത്? തുടങ്ങാനുണ്ടായ ഒരു സാഹചര്യം? ഞാൻ ആദ്യം ഹോം നഴ്സിംഗ് ആണ് തുടങ്ങുന്നത്. നഴ്സസിനെ, അമ്മമാരെ നോക്കാൻ, സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പുറത്ത് ആളിനെ അയക്കുന്ന ഒരു സംരംഭമാണ് ആദ്യം ആരംഭിച്ചത്. അത് 18 വർഷമാകുന്നു ഇപ്പോൾ. ഈ അമ്മ കെയർ ഹോം അതിൽ നിന്നും മനസ്സിലാക്കി പല സ്ഥലങ്ങളിലും വീടുകളിലെല്ലാം അമ്മമാരെ നോക്കാൻ പോകുമ്പോൾ അവിടെ കണ്ടുവരുന്ന ഓരോ സാഹചര്യങ്ങളുണ്ട്. അതനുസരിച്ച് എൻ്റെ മനസ്സിൽ തോന്നിയതാണ്. വളരെ കുഞ്ഞു മുതൽ എന്നെ അമ്മമ്മ വളർത്തിയതാണ്. അതുകൊണ്ട് എനിക്ക് ഈ അമ്മമാരോട് വലിയ ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഇത് ആദ്യമേ സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ മനസ്സിൽ വളരെ നാളുകൾക്ക് ഞാൻ ആഗ്രഹിച്ച ഒരു സംരംഭമാണ് ഈ അമ്മ കെയർ ഹോം. അപ്പോൾ ഇപ്പോൾ 2020 അമ്മ കെയർ ഹോം ആദ്യമായിട്ട് ഇവിടെ പടിഞ്ഞാറേക്കോട്ട ഞങ്ങൾ ആരംഭിക്കുന്നത്. ഇപ്പോൾ 4ാമത്തെ വർഷമാണ്. ഇവിടെ മൊത്തത്തിൽ അമ്മയും അച്ഛന്മാരുമായിട്ട് 50 പേരുണ്ട്. പിന്നെ ജീവനക്കാർ, നഴ്സസൊക്കെ തന്നെ അവരെ സംരക്ഷിച്ചുകൊണ്ട് പോകുന്നത്. പിന്നെ ഈ മാതൃദിനത്തിൽ അവർക്ക് സന്തോഷം നൽകാൻ ഞാൻ അവർക്കൊരു സദ്യയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവരിപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ നഴ്സിംഗ് ഹോം തുടങ്ങിയത് ഏത് വർഷം? 2006 ഇത്രത്തോളം അമ്മമാർ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഏതെങ്കിലും മറക്കാൻ പറ്റാത്ത ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടുണ്ടോ? അത്രയും വേദന ഉണ്ടാക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം? അതെ, വേദന ഉണ്ടാക്കുന്നതാണല്ലോ ഈ അമ്മമാർ. ഞങ്ങളുടെ ഇവിടെ അമ്മമാർക്ക് മാതാപിതാക്കൾ മക്കളെല്ലാം ഉള്ളവരുണ്ട്. പിന്നെ മക്കളില്ലാത്തവരും ഉണ്ട്. ഉപേക്ഷിക്കപ്പെട്ടവർ വളരെ അനുഭവങ്ങളുണ്ട്. റോഡിൽ ഇങ്ങനെ ഒരിക്കൽ അമ്മയെ ഉപേക്ഷിക്കപ്പെടുകയും ഞങ്ങളുടെ ആംബുലൻസിൽ പോയി കൊണ്ടുവരികയും അങ്ങനെ ഞങ്ങൾ വളരെ പുഴുവിൻ്റെ സാഹചര്യത്തിലാണ് കിട്ടുന്നത്. ആ സമയത്ത് ഞങ്ങളിവിടെ കൊണ്ടുവന്ന് സംരക്ഷിച്ച് ക്ലിയറായിട്ട് ഇപ്പോൾ ഇവിടെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ നല്ല ഓക്കെയാണ് പുള്ളിക്കാരി. അങ്ങനെയുള്ള ഒരുപാട് അനുഭവങ്ങൾ, ഞങ്ങളുടെ ഈ അമ്മമാരെ ഉപേക്ഷിക്കപ്പെട്ട ഒരുപാട് സാഹചര്യങ്ങൾ ഞങ്ങൾ പോയി ഇടപെട്ടിട്ടുണ്ട് ഈ 4 വർഷത്തിൻ്റെ ഇടയിൽ. അതിനു മുമ്പും എനിക്ക് ഈ ചാരിറ്റി തന്നെയാണ് അതിനു മുമ്പും കണ്ടു തന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ആൾക്കാരും അമ്മമാരും എല്ലാം അങ്ങനെ ഈ മറക്കാൻ പറ്റാത്തതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സാഹചര്യമാണ്. ആ ഒരു അവസ്ഥയിൽ ഒരമ്മയെ ഉപേക്ഷിക്കപ്പെടുക. അമ്മയെ മാത്രമല്ല, ഒരച്ഛനെ ഓടയിൽ ഉപേക്ഷിച്ചു എന്നാണ്. മെഡിക്കൽ കോളേജിൽ നിന്ന് ചാടിപ്പോയി ഓടയിൽ ഉപേക്ഷിച്ച് അവിടെ നിന്ന് ഞങ്ങൾ കൊണ്ടുവന്ന് കാലെല്ലാം ഒടിഞ്ഞ് അങ്ങനെ ഒരുപാട് പറയാൻ തുടങ്ങി പിന്നെ ഒരുപാടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള മറക്കാൻ പറ്റാത്ത സാഹചര്യം എന്ന് വെച്ചാൽ അമ്മയെ കൊണ്ടുവന്നതായിരുന്നു ആ ഒരു സാഹചര്യത്തിൽ നിന്ന്. പിന്നെ ഞങ്ങൾ കൊറോണ ആ സമയത്തായിരുന്നു ഈ കെയർ ഹോം ആദ്യമായിട്ട് ആരംഭിക്കുന്നത്. അപ്പോൾ കൊറോണ ആയിട്ടുള്ള പേഷ്യൻസിനെ ഞങ്ങളിവിടെ കൊണ്ടുവന്ന് ഇപ്പോഴും റിക്കവറായിട്ടുള്ള അമ്മമാരിവിടെ ഉണ്ട്. 95 വരെയുള്ള ആൾക്കാരിവിടെ ഇപ്പം ഉണ്ട്, അമ്മമാർ. 95 വയസ്സ് വരെയുള്ള അമ്മമാർ ഈ കെയർ ഹോമിലുണ്ട്. അപ്പോൾ നമുക്കറിയാം പണ്ടൊക്കെ ഈ കുടുംബത്തിനൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കൂട്ടുകുടുംബ വ്യവസ്ഥയൊക്കെ ആയിരുന്നു പണ്ട് കാലത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്ന് അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഒരുപാട് വാല്യൂ ഉണ്ടായിരുന്ന ഒരു സമയമുണ്ട്. അതൊക്കെ മാറി ഒരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറിയ സമയത്താണ് അവരൊക്കെ തിരക്കിലാണ്. ഇപ്പം മക്കളാണെങ്കിലും ജോലിക്ക് പോകുന്നവരുണ്ട്. അതോടൊപ്പം തന്നെ ഈ ജോലിക്ക് പോവുകയും ചെറുമക്കൾ മറ്റ് പഠനത്തിന് പോവുകയൊക്കെ ചെയ്യുമ്പോൾ അവരൊരു ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറുമ്പോൾ അവർക്ക് സമയമില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു സമൂഹത്തിൽ ഈ അമ്മമാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള കെയർ ഹോമുകൾ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അമ്മ എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 2 വർഷമായി. അമ്മയുടെ പേരെന്താ? എൻ്റെ പേര് രമാഭായി. എത്രത്തോളം സന്തോഷമുണ്ട് ഇവിടെ ഈ ഒരു എല്ലാവരുടെയും കൂടെ? ഇവിടെ ഹാപ്പിയാണ്. വീട്ടിൽ ഒറ്റപ്പെട്ട് ഞാൻ ഇവിടെ വന്നത് തന്നെ ഉരുണ്ട് വീണ് കാലൊടിഞ്ഞ് 2 കാലിൻ്റെയും ഹെഡ് ഒടിഞ്ഞ്. ഈ ലോങ് ബോണാണ്. ഹെഡ് ഒടിഞ്ഞതിലാണ് എനിക്കിവിടെ വരേണ്ടി വന്നത്. ഇതുവരെ ശരിയായിട്ടില്ല. അതുകൊണ്ടാണ് കിടക്കുന്നത്.
മക്കളാരും വീട്ടിൽ സമയത്തില്ലാതിരിക്കുമ്പോഴും അങ്ങനെയാണല്ലോ. രണ്ട് മക്കളുണ്ട്, രണ്ടുപേരും ജോലിക്കാരും കുടുംബസ്ഥരും. അപ്പോൾ പിന്നെ അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. പിന്നെ നമ്മൾ ഇതേപോലെ മാറിക്കൊടുക്കുന്നതല്ലേ നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം. അമ്മയ്ക്ക് ഇവിടെ വളരെ സന്തോഷമാണ്. കൂട്ടുകാരൊക്കെ ഉണ്ട് ഇവിടെ ഇതെല്ലാം ഇവിടെ ഉള്ളവരെല്ലാം നമ്മുടെ കൂട്ടുകാരി തന്നെ. ഒരു വീട്ടിലെ ആൾക്കാർ. ഇവിടെ വഴക്കും പ്രശ്നവും പിണക്കും ഒന്നുമില്ല. ഞങ്ങൾക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. ഇത് തന്നെ, ഈ കാഴ്ച തന്നെ നമുക്കറിയാം. ഇവരുടെ ഒരുമിച്ചിരുന്ന് സദ്യ കഴിക്കുന്നതാണ്. കാരണം ഈ മക്കളൊക്കെ ആ ഒരു രീതിയിലാണെങ്കിൽ കൂടി അവർക്ക് അതിന് സമാനമായിട്ടൊരു സ്ഥലം നമ്മുടെ സമൂഹത്തിലുണ്ട്. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടൊരു സ്ഥലം ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അമ്മയുടെ പേരെന്താ? പ്രീത. എത്ര വർഷമായി ഇവിടെ വന്നിട്ട്? 1.5 വർഷം. ഇന്ന് മാതൃദിനമാണ്. എന്താ പറയാനുള്ളത്? ഇവിടെ ഇത്രയും നല്ലൊരു സ്നേഹത്തോടുകൂടി ഒരുപാട് പേരുണ്ട്. ഇങ്ങനെ സംരക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം എന്താണ് പറയുന്നത്? ഇവിടെ എനിക്ക് ഇഷ്ടപ്പെട്ട് അങ്ങനെ വന്നതാണ്. ഇവരുടെയൊക്കെ കൂടെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഒരുപാട് പേരുണ്ട്. നമ്മൾ ഈ താഴത്തെ നിലയിലാണ് ഈ അമ്മമാരുള്ളത്. ഇനി മുകളിലേക്ക് പോയാൽ അവിടെയും കുറേ അമ്മമാരുണ്ട്, അച്ഛന്മാരുണ്ട്. അപ്പോൾ ഈ ഒരു മാതൃദിനത്തിൽ നമ്മൾ ഏറ്റവും പ്രധാനമായി ഉപേക്ഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത്രത്തോളം സ്ഥലങ്ങൾ, ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി അമ്മമാർക്കും അച്ഛന്മാർക്കും ഒക്കെ ഉണ്ട് എന്നുള്ളതാണ്. അവിടെയൊക്കെ അവർ വളരെ സന്തോഷമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇത്തരത്തിലുള്ള സ്ഥലങ്ങൾ ഓർമ്മിപ്പിക്കുന്നതും അത് തന്നെയാണ്. ഇവർക്കും ഓരോ ആളുകൾക്കും ഓരോ ജീവിതകഥയാണ് പറയാനുള്ളത്. എങ്കിൽ പോലും ആ ഒരു വിഷമങ്ങൾ ഒക്കെ മാറ്റിവെച്ച് ഈ മാതൃദിനത്തിൽ വളരെ സന്തോഷമായിട്ടാണ് ഇവരൊക്കെ ഒത്തുകൂടി ഇവിടെ ഉള്ളത്. വളരെയേറെ സന്തോഷം നൽകുന്ന കാഴ്ചകളാണ്. തിരുവനന്തപുരം പടിഞ്ഞാറേക്കോട്ടയിലുള്ള അമ്മ കെയർ ഹോമിൽ നിന്നാണ് രശ്മി കാർത്തിക വിശേഷങ്ങൾ പങ്കുവച്ചത്.